ബൈക്ക് അപകടത്തിൽ അരയ്ക്കു കീഴെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിന് മുൻപിൽ പകച്ചു നിൽക്കാതെ കാലില്ലാത്തവർക്ക് കാർ ഓടിക്കാൻ അവസരമൊരുക്കി രാജ്യാന്തര പ്രശസ്തി നേടിയ അത്ഭുത പ്രതിഭാശാലി. ദുരന്തങ്ങൾ സമ്മാനിച്ച് കാലം തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പൊരുതി നേടിയ ജീവിതത്തിനുടമയായ ബിജു വർഗീസ്. എരുമേലിക്കടുത്ത് മുക്കൂട്ടുതറയിലെ പുരയിടത്തിൽ കുടുംബാംഗമായ ബിജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം ബിജുവിന് മാത്രമല്ല, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അനേക വികലാംഗർക്ക് ജീവിതത്തിന്റെ വഴിത്തിരിവായി മാറിയ അനുഭവങ്ങൾ ബിജു പങ്കുവയ്ക്കുന്നതിങ്ങനെ. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കൊട്ടാരക്കര ഇലക്ട്രിക്കൽ വയറിങ് പണിക്ക് പോയതായിരുന്നു. പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഉണ്ടായൊരു വാഹനാപകടത്തിൽ എൻ്റെ നട്ടലിന് ക്ഷതം സംഭവിച്ച് എൻ്റെ കാലിന് സ്വാധീനം നഷ്ടപ്പെട്ടു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. മെഡിക്കൽ കോളേജിൽ ഞാൻ ഡിസ്ചാർജ് ആകുന്നതിൻ്റെ തലേദിവസം എന്നെ സർജറി ചെയ്ത ഡോക്ടർ മാർത്താണ്ഡപിള്ള സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്പൈനൽ കോളിനാണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത്, ഇതിന് നിലവിൽ ഫലപ്രദമായ ചികിത്സകളൊന്നുമില്ല. അപകടത്തിന് ശേഷം ഞാൻ ആക്സിഡൻറ്റ് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം വളരെ മോശകരമായ സാഹചര്യമാണ് മൊത്തം. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയും തകർന്നൊരവസ്ഥ. അതിൽ നിന്ന് ഒരു യുവാവായ ഒരാൾക്ക് കരകയറണമെങ്കിൽ പ്രത്യേക ഒരു ദൈവാനുഗ്രഹവും ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരുതലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭാവി ജീവിതത്തെ പ്രത്യാശയോടെ നോക്കിക്കണ്ട് സൂക്ഷ്മതയോടെയും ആത്മവിശ്വാസത്തോടെയുമുള്ള അധ്വാനം ജീവിതത്തിൽ ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമായി. പ്രതീക്ഷ കൈവിടാതെയുള്ള മുന്നേറ്റവും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലും ദൈവത്തിലുള്ള ആശ്രയവും ഈ ജീവിതത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിലേക്ക് നയിച്ച വഴികൾ ബിജുവിലൂടെ നമുക്ക് തിരിച്ചറിയാം. എനിക്ക് കൂടുതൽ യാത്ര ആവശ്യമായിട്ട് വന്നു. അപ്പം ഞാൻ കൂട്ടുകാരുടെ വണ്ടിയൊക്കെ ടാക്സി എടുത്താണ് പോകുന്നത്. രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. പലപ്പോഴും ആഴ്ചയിൽ ഒന്നൊക്കെ ഇറങ്ങുള്ളൂ. അപ്പം അവരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് ഒരു വാഹനം എടുത്ത് അതിൽ ഒരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്തിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്യാന്നുള്ളൊരു ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ നാഷണൽ ജിയോഗ്രാഫിക്കിലെ കോക്പിറ്റിൻ്റെ കാര്യങ്ങൾ ടി വി കാണുകയും അതനുസരിച്ചുള്ള ചെറിയ ലിവറുകൾ ഉള്ള ഒരു സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ട് അത് ഞാൻ ഒരു വാഹനം വാങ്ങിയിട്ട് അതിൽ ഈ സിസ്റ്റം ഒരു വർക്ക്ഷോപ്പിൽ പോയി വെൽഡ് ചെയ്തെടുത്ത് വണ്ടി ഓടിച്ചു. ഒരു തകർച്ച വന്നപ്പോൾ ആ തകർച്ചയിൽ തന്നെ കിടക്കാതെ അല്ലെങ്കിൽ പലരും പറഞ്ഞ് കേട്ട നിരാശപ്പെട്ട് എൻ്റെ മുറിയിൽ തന്നെ ഒതുങ്ങാൻ ഞാൻ തീരുമാനിച്ചില്ല. അങ്ങനെ ഇറങ്ങാതെ എനിക്ക് ഇത് കയ്യിലാക്കാൻ പറ്റും, ഈ വാഹനം എനിക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച ചിന്താഗതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയും അതിന് വേണ്ട ശ്രമങ്ങൾ ഞാൻ നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ വളരെ വിജയപ്രദമായി തന്നെ ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്ത് ഞാൻ വാഹനം ഓടിച്ചു. 2007 നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നാഷണൽ അവാർഡിന് ഞാൻ അർഹനായി. അതിനുശേഷം 2011 എനിക്ക് ARIയുടെ അപ്രൂവൽ കിട്ടി. ARIയുടെ അപ്രൂവൽ കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയായി ഞാൻ. എന്നെ പോലെ തന്നെ വികലാംഗരായിട്ടുള്ള ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചതും അതിലൂടെ എനിക്ക് ഒത്തിരി നന്മകളും ഒത്തിരി സ്നേഹബന്ധങ്ങളും ലഭിക്കാനും സാധിച്ചതും ഈ അപകടത്തിൽ നിന്നും ഈ വേദനകളിൽ നിന്നും ഉണ്ടായ ഫലത്തിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും മൂലം നിരാശരാകാതെ പ്രത്യാശയോടുകൂടി സന്തോഷത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഈശോയെ ഉദ്ധിതനായി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലും എന്തെങ്കിലും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയുടെ ഉത്ഥാനത്തിൻ്റെ ദിവസങ്ങളും നമുക്ക് വീണ്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി എല്ലാവരും ജീവിക്കുക. ആരും ഒരു കാരണവശാലും നിരാശയോ ദുഃഖിതരോ ആകരുത്.
എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്.